അത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ള പേപ്പറിൽ എഴുതുക. ഞാൻ ഇതിന് തകിടോ കാര്യങ്ങളോ ഒന്നും പറയാത്തത് എന്താ വെച്ചാൽ അതിനൊന്നും വേണ്ടി പൈസ ചെലവാകണ്ട എന്ന് കരുതിയിട്ടാണ്. വെള്ള പേപ്പറിൽ എഴുതിയിട്ട് അത് വെള്ളം കടക്കാത്ത രീതിയിൽ ഒരു ബോട്ടിലിൽ ഇട്ടിട്ട് അടയ്ക്കുക, ബന്ധാക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ വീടിന്റെ അഗ്നികോൺ എന്ന് പറഞ്ഞൊരു കോണുണ്ട്. അഗ്നികോൺ എവിടെ വരിക എന്ന് വെച്ചാൽ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വലത് കൈയിന്റെ ഭാഗത്ത് വരുന്ന മൂലയാണ്. അത് നമ്മുടെ വീടിന്റെ മൂലയാണെങ്കിലും പറമ്പിന്റെ മൂലയാണെങ്കിലും നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വലത് കൈയിന്റെ ഭാഗത്ത് വരുന്ന മൂലയാണ് അഗ്നികോൺ എന്ന് പറഞ്ഞത്. ഈ അഗ്നികോണിൽ നിന്നാണ് നമുക്ക് പൈശാചികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കോണിൽ, നമ്മുടെ പറമ്പിന്റെ ആണെങ്കിലും നമ്മുടെ വീടിന്റെ ആണെങ്കിലും ആ ഒരു കോണിൽ നമ്മൾ ഇത് കുഴിച്ചിടുക, ഒരല്പം താഴ്ത്തിട്ട് കുഴിച്ചിടുക. അതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇഷ്ട ദൈവനാമം, അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവനാമമാണ് നമ്മൾ വിളിക്കുന്നത് വെച്ചെങ്കിൽ അത് നമ്മൾ 101 പ്രാവശ്യം വിളിക്കണം. അങ്ങനെ നമ്മൾ 11 പ്രാവശ്യം ആവർത്തിക്കണം.